നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ ലേണിംഗ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അമ്മു. ഞാൻ പഠിപ്പിക്കുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദി സീഡ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിലെ ഫസ്റ്റ് യൂണിറ്റിലെ ആക്ടിവിറ്റീസ് ആണ് ചർച്ച ചെയ്തത്. സോ നമുക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ചധികം ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അടുത്ത ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് കടക്കാം. ആക്ടിവിറ്റി 6. പിംഗള സോ ദ സീഡ് ഇൻ ദ പോട്ട് ഇൻ ഹിസ് ഗാർഡൻ. ഹാവ് യു എവർ സോൺ സീഡ്സ്? നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വിത്തൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കുഴിച്ചിട്ടുണ്ടോ? വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് കൾട്ടിവേഷൻ? സം ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു കൾട്ടിവേഷൻ ആർ ഗിവൻ ബിലോ. മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ആക്ഷൻസ് ബൈ ഡ്രോയിങ് ലൈൻസ്. അപ്പൊ എന്താണ് കൾട്ടിവേഷൻ? കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങൾ, കുറച്ച് ആക്ടിവിറ്റീസ് ആർ ഹിയർ. ഇവിടെ ഉണ്ട്, കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വി ഓൾസോ ഹാവ് ദ നെയിംസ്. അതിൻ്റെ പേരുകളും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇതിനെ ഈ ചിത്രങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക ആൻഡ് അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ ഇതിനെ താഴോട്ടൊന്ന് എഴുതണം. ഇത്രയുമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം. സോ ഫസ്റ്റ്ലി നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ചിത്രങ്ങളുമായി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ സോയിങ്. സോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിത്തുകൾ ഇങ്ങനെ വിതയ്ക്കുന്നതിനാണ് നമ്മൾ സോയിങ് എന്ന് പറയുന്നത്, വിത്ത് വിതയ്ക്കൽ. അപ്പൊ ഇവിടെ സോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചിത്രം എന്നാണ്ട് ഇത് സോയിങ് ആണ്. സോ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ദ സെക്കൻഡ് വൺ ഇസ് പ്ലാന്റിങ്. നടുക, ഞാറ് നടുക എന്നുള്ള ഒരു ആശയമാണ് പ്ലാന്റിങ്. പ്ലാന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്ക് ഇവിടെ. ഇതിന് നമുക്ക് ഇതല്ലേ പ്ലാന്റിങ്? നിങ്ങൾ തന്നെ നോക്കിയേ, പ്ലാന്റിങ് അല്ലേ ഇത്? പ്ലാന്റ് ചെയ്യുമല്ലേ ഇത്? ഓക്കെ, ദെൻ തേർഡ് വൺ ഇസ് വാട്ടറിങ്. പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞോ? ഇല്ല, നമ്മളിനി അതിന് വെള്ളം ഒഴിക്കണം, വളമിടണം. സോ ദ തേർഡ് വൺ ഇസ് വാട്ടറിങ്. വെള്ളം ഒഴിക്കണം. ഇവിടെ ഇതിൽ വെള്ളം ഒഴിക്കുന്ന ചിത്രം ഏതാ? നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. വെള്ളം ഒഴിക്കുന്ന ചിത്രം ഇതിൽ ഏതാ? യാസ് ദയോ. അപ്പം നമുക്ക് ഈ വാട്ടറിങ്ങിനെ വേണ്ടി ഇങ്ങോട്ട് വരച്ച് ചേർക്കാം. ഓക്കെ, ദെൻ ദ തേർഡ് വൺ ഇസ് മാനുവറിങ്. മാനുവറിങ് എന്താ? മാനുവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളമിടുക. മാനുവറിങ് എന്ന് പറഞ്ഞാൽ വളമിടലാണ്. അപ്പം ഇവിടെ വളമിടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രം എന്ന് പറയാൻ വേണ്ടേ, ഇദ്ദേഹം വളമിടുവാണ് അല്ലേ. സോ ഇതിനെ നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് റീപ്പിംഗ്. എന്താണ്? വിളവെടുക്കുക. പഴുത്ത് നമ്മളിപ്പോൾ മാവിൽ പഴുത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്നോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുമോ? ഇല്ല, നമ്മൾ പോയി എല്ലാത്തിനും പറിച്ചെടുത്ത് കഴിക്കൂല്ലേ. അപ്പോൾ അത് തന്നെ വിളവെടുക്കുക. അപ്പോൾ വിളവെടുക്കുന്നത് എവിടെയാണ്? നമുക്കിവിടെ നോക്കിയാൽ വിളവെടുക്കുന്നത് എന്തായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും? ഏത് പടമായിട്ട് മനസ്സിലാവും? ഇത് എന്തോ കുഴിക്കുകയാണല്ലേ. സോ ദിസ് ഇസ് നോട്ട് റീപ്പിംഗ്. ആൻഡ് നമുക്ക് ഒരു സംശയം വേണ്ട, ഇങ്ങോട്ട് തന്നെ കണക്ട് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഡിഗ്ഗിങ്. ഡിഗ്ഗിങ് എന്താണ്? ഡിഗ്ഗിങ് നമ്മൾ കുഴിയെടുക്കുക എന്നുള്ളതിനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോഴിയൊക്കെ ഇങ്ങനെ കാല് വെച്ച് ചെകഞ്ഞ് മണ്ണിൽ കുഴിയെടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ദാറ്റ് ഇസ് ഡിഗ്ഗിങ്. ഇവിടെ ഒരാൾ ഡിഗ്ഗിങ് ചെയ്യുന്നുണ്ടല്ലേ, മൺവെട്ടി ഉപയോഗിച്ച് യൂസിങ് മൺവെട്ടി അയാൾ എന്ത് ചെയ്യാണ്? ഡിഗ് ചെയ്യാണ്. സോ നമുക്ക് ഒരു സംശയം വേണ്ട, നമുക്ക് ഇതിനെ ഇങ്ങോട്ട് തന്നെ എന്ത് ചെയ്യാം? ഞാനൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇതിനെ താണ്ടി ഇങ്ങനെ കണക്ട് ചെയ്യാവേ. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവത്തില്ല? നോ മോർ കൺഫ്യൂഷൻസ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ പടങ്ങളെല്ലാം കണക്ട് ചെയ്തു. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ഇതിന് പ്രോപ്പർ ഓർഡറിൽ ആദ്യം ഏതാണ് രണ്ടാമത് ഏതാണെന്നുള്ളത് പ്രോപ്പർ ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അപ്പം നമ്മുടെ ആദ്യം നമുക്ക് എന്താണ്? സോയിങ് ആണ് നമ്മുടെ ആദ്യം വരുന്നത് ഇല്ലേ? സോയിങ് ആണോ ആദ്യം വരുന്നത്? അതെ, സോയിങ്. ദെൻ എന്താണ്? സോയിങ് അല്ല, ആദ്യം വരുന്നത് ഏതാണ്? നിങ്ങളൊന്ന് നോക്കിയേ ആദ്യം വരുന്നത് ഏതാണെന്ന്. സോയിങ് ആണോ? നോ, ഫസ്റ്റ് വൺ നമ്മൾ ഡിഗ്ഗിങ് അല്ലേ. നമ്മളൊരു ചെടി നടുമ്പോൾ ആദ്യം നമ്മൾ കുഴിക്കല്ലേ ചെയ്യുക. സോ ഫസ്റ്റ് വൺ ഇസ് നമുക്ക് ഡിഗ്ഗിങ് എഴുതാം, ഡിഗ്ഗിങ്. ആൻഡ് സെക്കൻഡ് വൺ സോയിങ്, വിത്ത് വിതയ്ക്കാണ് അല്ലേ. സോ സെക്കൻഡ് വൺ ഇസ് സോയിങ്. ദെൻ നമുക്കിനി അവിടെ എന്ത് ചെയ്യാം? സോയിങ് കഴിഞ്ഞ് നമ്മൾ പിന്നെ വെള്ളം ഒഴിക്കുന്നു, വളം ഇടുന്നു. അപ്പം നമുക്ക് വാട്ടറിങ് എഴുതാം. മൂന്നാമത്തത് വാട്ടറിങ്. ദെൻ വളമിടുക, മാനുവറിങ്. ദെൻ വളം ഒഴിച്ചു, എല്ലാം ഇതായി. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? നമുക്കിനി എന്ത് ചെയ്യാം? റീപ്പിംഗ് എടുക്കാം അല്ലേ, വിളവെടുക്കാം. ഇനി ഇവിടെ ഒരു കാര്യം ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് കണ്ടെത്തി അത് എവിടെയാണ് ഈ ഓർഡറിൽ കറക്റ്റ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഒന്ന് എഴുതി നോക്കണം കേട്ടോ. ഒരു കാര്യം, ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം ഞാനിവിടെ മിസ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ഓർഡറിൽ എവിടെയാണ് കറക്റ്റ് പ്ലേസ് വരുന്നതെന്ന് കണ്ടെത്തി നിങ്ങളൊന്ന് എഴുതണം കേട്ടോ. ദെൻ ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. ഹിയർസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ അല്ലേ? ഒരു ഗാർഡൻ ആണ്.
And here's a cat, a man, a tree, two birds, a squirrel, and lot of flowers. And he is watering the plants. അല്ലേ? And കുറച്ചധികം കാര്യങ്ങൾ അവിടെ ഉണ്ട്. And there's a small hut. അപ്പോൾ എന്താണ് ഇവിടുത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. Fill in the blanks selecting suitable words from the brackets below. ഇവിടെ കുറച്ചധികം വേർഡ്സ് ഇവിടെ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ബ്രാഞ്ച്, ബ്യൂട്ടിഫുൾ, വാട്ടറിങ്, ഓഫ്, ബിഗ്, അണ്ടർ, ഫ്ലട്ടറിങ്, ബേർഡ്സ്. ഈ വാക്കുകളിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള വേർഡ് എടുത്ത് ഇവിടെ കുറച്ച് എന്ത് കൊടുത്തിട്ടുണ്ട്, ബ്ലാങ്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഇത് ഫില്ല് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് എളുപ്പമാണ്. ഈ ബ്ലാങ്ക് സ്പേസസിൽ നമ്മൾ കറക്റ്റ് വേർഡ് ആപ്റ്റ് ആവുന്ന സ്ഥലത്ത് ഫിക്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഡാഷ് ഗാർഡൻ. ഇറ്റ് ഈസ് എ ഡാഷ് ഗാർഡൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ഡാഷ് ഗാർഡൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ അല്ലേ? അതൊരു മനോഹരമായ പൂന്തോട്ടമായിരുന്നു. And there are flowers of different colors. There are flowers of different colors. അവിടെ ഓഫ് ആണ് വരുന്നത്. അവിടെ എന്തുണ്ട്? ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്, പൂക്കളുണ്ട്. ബട്ടർഫ്ലൈസ് ആർ ഡാഷ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. ഈ ഫ്ലവേഴ്സിന്റെ ചുറ്റും ആര് പറക്കാണ്? ബട്ടർഫ്ലൈസ്. ഡാഷ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. അവിടെ ഡാഷിന്റെ അവിടെ എന്താ പറയാ? ഫ്ലട്ടറിങ്. ഈ ചിറകിട്ടടിച്ചിങ്ങനെ പറക്കത്തില്ലേ? അതിനെ നമ്മൾ എന്താ പറയുന്നത്? ഫ്ലട്ടറിങ് എന്ന് പറയുന്നത്. പിങ്കല ഈസ് ഡാഷ് ദ പ്ലാന്റ്സ്. പിങ്കല അവിടെ എന്ത് ചെയ്യാണ്? ഹിസ് വാട്ടറിങ് ദ പ്ലാന്റ്സ്. ആണോ? അതെ, പിങ്കല എന്ത് ചെയ്യാണ്? വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെടികൾക്ക്. There is dash tree at the corner of the garden. ആ ഗാർഡൻ്റെ ഒരു മൂലക്കായിട്ടൊരു സാധനം ഉണ്ട്. എന്താ അത്? there's a tree. അത് ചെറുതാണോ വലുതാണോ? it's a big tree. അപ്പൊ എന്താണ്? There is a big tree at the corner of the garden. ആ ഗാർഡന്റെ അരികിലായിട്ട് എന്തുണ്ട്? ഒരു വലിയ മരമുണ്ട്. Two dashes sitting on the tree. ആ ട്രീയിൽ ആരോ ഒരു 2 പേര് ഇരിക്കുന്നുണ്ട് ഇല്ലേ? 2 പേര് ഇരിക്കുന്നുണ്ട്. And there is 2 birds are sitting on the tree. 2 പക്ഷികൾ അവിടെ ഇരിക്കുന്നുണ്ട്. A cat is playing dash the tree. ഒരു പൂച്ച ആ മരത്തിന്റെ താഴെയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കളിക്കുന്നുണ്ട്. മരത്തിന്റെ താഴെയായി എന്നുള്ളൊരു മീനിങ് വരുമ്പോൾ അവിടെ എന്താ വരിക? അണ്ടർ ദ ട്രീ. എന്താ പറയുന്നത്? A cat is playing under the tree. There is a squirrel on dash of the tree. ഒരു സ്ക്യൂറൽ ഉണ്ട് അല്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അവിടെ ഒരു സ്ക്യൂറൽ ഉണ്ടെന്ന്. there's a squirrel. സ്ക്യൂറൽ എന്താണ്? അണ്ണാൻ. ഒരു അണ്ണാൻ കുഞ്ഞുണ്ട് ഇല്ലേ? പുള്ളി എവിടെയാ ഇരിക്കുന്നേ? സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് ഓഫ് ദി ട്രീ. എന്താണ്? മരത്തിന്റെ ഒരു കൊമ്പിലാണ് ഇരിക്കുന്നത് അല്ലേ? ഒരു ബ്രാഞ്ചിലാണ് നമ്മുടെ സ്ക്യൂറൽ ഇരിക്കുന്നത്. സോ നമുക്കൊന്ന് മൊത്തത്തിൽ വായിക്കാം. ഓക്കെ. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. There are flowers of different colors. Butterflies are fluttering around the flowers. Pinkala is watering the plants. There is a big tree at the corner of the garden. 2 birds are sitting on the tree. A cat is playing under the tree. There is a squirrel on a branch of the tree. Then moving to the next activity. Activity 8, Honesty Shop. അങ്ങനെ ഒരു ഷോപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഞാനും കേട്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. ഹോണസ്റ്റി ഷോപ്പ് വളരെ സത്യസന്ധമായി നടത്തുന്ന ഒരു കടയാണ്. ആരായിരിക്കും കട നടത്തുന്നത്? എന്തായിരിക്കും കടയുടെ ഒരു ഉദ്ദേശം? നമുക്ക് നോക്കാം. വാട്ട് യു സീ ഇൻ ദ പിക്ചർ? ഹിയർസ് എ ഷോപ്പ് അല്ലേ? ആൻഡ് വി ക്യാൻ സീ സോ മെനി തിങ്സ് ആർ ഇൻ ദ ഷോപ്പ് അല്ലേ? ഒരുപാട് സാധനങ്ങൾ, ബാറ്റ്, ബോള്, എന്തൊക്കെയൊക്കെ കുറേ സാധനങ്ങളില്ലേ? ആൻഡ് ഹിയർ സം സ്റ്റേഷനറി ഐറ്റംസ് ഓൾസോ. കുറേ കാര്യങ്ങളുണ്ട് ഇല്ലേ? And what all things do you see in the shop? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. നമ്മളോട് എന്തൊക്കെയാണ് അവിടെ കാണാൻ കഴിയാമെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട്? Can you tell? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഈ ഷോപ്പിൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നതെന്നുള്ളത്. ബാറ്റ്, ബോൾസ്, then some other things. എന്തൊക്കെയോ ഉണ്ട് ഇല്ലേ? മോപ്സ് ഉണ്ട്, നമ്മൾ തുടയ്ക്കുന്ന ഒക്കെ സാധനം ഇല്ലേ? ചൂല്, മോപ്പ്, അതൊക്കെ. And do you see a shopkeeper there? നിങ്ങൾ അവിടെ ഒരു ഷോപ്പ് കീപ്പറിനെ കാണുന്നുണ്ടോ? ഒരു കടക്കാരന്, നല്ല അധികാരത്തോടുകൂടി എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസയൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു കടക്കാരനെ നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ലല്ലേ. എല്ലാവരും കസ്റ്റമേഴ്സ് ആണ്. എല്ലാവരും സാധനങ്ങളൊക്കെ പറക്കാണ്. കണ്ടോ? നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ നിൽക്കുന്ന ആളുകളെല്ലാം സാധനങ്ങൾ പറക്കാണ് ചെയ്യുന്നത്. ക്യാൻ യു ബൈ തിങ്സ് വിത്തൗട്ട് എ ഷോപ്പ് കീപ്പർ? ആൻഡ് ഹൗ? ഒരു കടയിൽ ഒരു കടക്കാരനില്ലാതെ നിങ്ങൾക്ക് സാധനം വാങ്ങിക്കാൻ കഴിയുമോ? കഴിയൂലേ? കടക്കാരൻ വേണമെന്നൊന്നുമില്ല, ഒരു ബില്ലടിക്കാൻ ഒരാളെങ്കിലും വേണം. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ആണ് നമ്മൾ ഗ്രോസറീസ് ഒക്കെ കളക്ട് ചെയ്യുന്നത്. നമ്മൾ നേരെ കൊണ്ട് ബില്ലടിക്കാൻ നിൽക്കുന്നിടത്ത് ഒരാൾ വേണം, അത്രേ ഉള്ളൂ. ആൻഡ് ഷോപ്പ് കീപ്പറിൻ്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല, ഒരാൾ അവിടെ വേണം, അത്രേ ഉള്ളൂ. അപ്പം ഇവിടെ അങ്ങനെ പേരിന് പോലും ഒരാൾ ഇല്ല.
ആൻഡ് റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഹോണസ്റ്റി ഷോപ്പ്. അപ്പോൾ നമ്മൾ ഈ ഹോണസ്റ്റി ഷോപ്പിനെ കുറിച്ചിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇവിടെ ആ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ലെറ്റ്സ് റീഡ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഷോപ്പ് വിത്ത് ഡിഫറെൻറ്റ് തിങ്സ്. അത് നമുക്ക് മനസ്സിലായി, ഒരുപാട് സാധനങ്ങളുള്ള ഒരു കടയാണത്. ദർ ആർ പ്രൈസ് ടാഗ്സ് ഇൻ എവറി പ്രോഡക്റ്റ്. അപ്പോൾ എന്താണ്, ഓരോ സാധനങ്ങളിലും ഈച്ച് ആൻഡ് എവറിത്തിങ് ഹാസ് എ പ്രൈസ് ടാഗ്. എല്ലാത്തിലും പ്രൈസ് ടാഗ് ഉണ്ട്, വില എഴുതി ഒട്ടിച്ചിട്ടുണ്ട് എല്ലാത്തിലും. നോ ഷോപ്പ് കീപ്പർ ക്യാൻ ബി സീൻ. അവിടെ ആരില്ല? ദർ ഇസ് എ ഷോപ്പ് കീപ്പർ. ദർ ഇസ് നോ ഷോപ്പ് കീപ്പർ. അവിടെ ഒരു ഷോപ്പ് കീപ്പർ ഇല്ല, ഒരു കടക്കാരനില്ല. പീപ്പിൾ ക്യാൻ സെലക്ട് ദ തിങ്സ് ദേ വാണ്ട് ആൻഡ് ക്യാൻ പുട്ട് ദ മണി ദെയർ. ആളുകൾക്ക് എന്ത് ചെയ്യാം? അവർക്ക് ആവശ്യമുള്ള സാധനം അവിടെ നിന്ന് പോയി വാരി എടുത്തുകൊണ്ട് പോവാം, പൈസ ഒന്നും കൊടുക്കണ്ട. അങ്ങനെയാണോ? അല്ല, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാം. ആൻഡ് അതിൻ്റെ പ്രൈസ് ടാഗ് ഒടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അതിലെ പ്രൈസ് നോക്കുക, എത്ര രൂപയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, ആ പൈസ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക. അവിടെ എന്തെങ്കിലും ഒരു കാണും, അവിടെ ഒരു ബോക്സോ എന്തെങ്കിലും സംതിങ് ലൈക്ക്, അതിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡെപ്പോസിറ്റ് ചെയ്യുക. ആൻഡ് ദിസ് ഷോപ്പ് ഈസ് വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഹോണസ്റ്റി. നമ്മൾക്ക് വേണമെങ്കിൽ അവരെ പറ്റിക്കാം, അല്ലേ? സാധനങ്ങൾ എടുത്തിട്ട് പൈസ ഇടാതെ പോവാം. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ സത്യസന്ധമായിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കുന്നു, ആരും നമ്മളെ വിലക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, നിയന്ത്രണങ്ങളില്ല, ഇഷ്ടംപോലെ സാധനങ്ങൾ എടുക്കുന്നു, അതിൻ്റെ പ്രൈസ് ടാഗ് നോക്കുന്നു, പൈസ എവിടെ കൊടുക്കുന്നു, അവിടെ വെക്കുന്നു, നമ്മൾ പോകുന്നു. പലർക്കും വേണമെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിസ്യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു അവസരത്തിന്, അല്ലേ? പക്ഷെ ആളുകൾ അതിന് ശ്രമിക്കാതെ അവർ എന്ത് ചെയ്യുന്നു? ഹോണസ്റ്റി, സത്യസന്ധത എന്ന ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു കടയാണ് നമ്മുടെ ദ ഹോണസ്റ്റി ഷോപ്പ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും? പറ്റിക്കുമോ? നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? പോയിട്ട് അവിടെ ഇരിക്കുന്ന കുപ്പിയൊക്കെ തുറന്ന് മിഠായിയൊക്കെ എടുത്ത് ഓടുവോ? പറ്റിച്ചിട്ട് ഓടുവോ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരെണ്ണം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അഥവാ അങ്ങനെ ഒരെണ്ണം വന്നാലും നമ്മളും ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം, കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് എ പ്രോജക്റ്റ് വർക്ക്. ഇത് ഒരു പ്രോജക്റ്റ് വർക്ക് ആണ്, ബട്ട് ഇറ്റ് ഇസ് സിമ്പിൾ ആൻഡ് ഈസി. King Vidyadhara spent a lot of time tending his garden and planting the finest flowering plants. Which are the plants and trees seen in your surroundings? Visit your garden, your home, and fill the columns below by writing the names of the plants and trees you see there. എന്താണ് നമ്മുടെ രാജാവ്? നമുക്കറിയാം, ഹി വാസ് വെരി ഫോണ്ട് ഓഫ് എന്താണ്? ഗാർഡനിങ്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗാർഡനിങ്, അല്ലേ? അദ്ദേഹത്തിന് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ്. പലതരത്തിലുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ്, ട്രീസ്, മെഡിസിനൽ പ്ലാന്റ്സ് എല്ലാം അദ്ദേഹം അവിടെ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ തരത്തിലുള്ള പ്ലാന്റ്സും ട്രീസും ഉണ്ട്, അതിനെയൊക്കെ നിങ്ങൾ നോക്കി കണ്ട് അറിഞ്ഞ് ഒന്ന് ഒബ്സർവ് ചെയ്ത് ഈ ഒരു കോളം ഒന്ന് ഫില്ല് ചെയ്യുക. ഇവിടെ കുറച്ച് ട്രീസിൻ്റെയൊക്കെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ ഫിൽ മോർ. നിങ്ങൾക്ക് ഇത് കൂടുതൽ കൂട്ടിച്ചേർക്കാം. ആൻഡ് ഫ്രൂട്ട് ട്രീസ് നമുക്ക് ഒരുപാട് വേണമെങ്കിൽ പറയാം, പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. ഞാൻ കണ്ടിട്ടുള്ളത് പോലെ ഗ്രേപ്സ് കണ്ടിട്ടുണ്ട്, പാഷൻ ഫ്രൂട്ട് കണ്ടില്ലേ നിങ്ങൾ, ദെൻ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പം ഈസ് വെരി കോമൺ ഇൻ എവരിവെയർ. നമ്മുടെ വീട്ടിൽ പലയിടത്തും ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തുന്നത് കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് എഴുതിയത്. ദെൻ പപ്പായ ഉണ്ടാവും, അല്ലേ? മിക്ക വീടുകളിൽ പപ്പായ ഉണ്ടാവും. ദെൻ വെജിറ്റബിൾസിലും ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ വീടുകളിലും എന്താണ് ടെറസിൽ കൃഷിയൊക്കെ നടത്തുന്നവരാണ്. സോ ഒരു വിധമുള്ള വെജിറ്റബിൾസ് ഒക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവും. ദെൻ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ചില്ലി, പച്ചമുളക്, ബ്രിഞ്ചോൾ, വഴുതനങ്ങ, ടൊമാറ്റോ, തക്കാളി, ദെൻ ലേഡീസ് ഫിംഗർ, നമ്മൾ ഒക്ര എന്നും പറയും കേട്ടോ ലേഡീസ് ഫിംഗറിന്, വെണ്ടയ്ക്കയാണ്. ദെൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒരുവിധം എല്ലാവരുടെയും വീട്ടിലുണ്ടാവും, അല്ലേ? റോസ്, ജാസ്മിൻ, ഹിബിസ്കസ് ആൻഡ് മാരിഗോൾഡ്. ദെൻ മെഡിസിനൽ പ്ലാന്റ്സ്. ഇപ്പം മെഡിസിനൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ചെറിയൊരു സംശയം തോന്നുന്നത്, എന്താണ് മെഡിസിനൽ പ്ലാന്റ്സ്? ഔഷധ സസ്യങ്ങൾ എന്ന് നമ്മൾ പറയും. നമ്മൾ പനിയൊക്കെ വരുമ്പോൾ, ജലദോഷം വരുമ്പോൾ ആവി പിടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ തുളസി ഇലയൊക്കെ ഇടാറുണ്ട്, അല്ലേ? എന്തിനു വേണ്ടിയിട്ടാ? ആ തുളസി ഇല ഇട്ട് അതിൻ്റെ ആ ഒരു വേപ്പേഴ്സ് നമുക്ക് ഇങ്ങനെ കൊള്ളുമ്പോൾ നമുക്കൊരു റിഫ്രഷിംഗ് ആയിട്ട് തോന്നും, ഒരു ഉന്മേഷമൊക്കെ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അപ്പം തുളസി, എന്തെങ്കിലും ചെറിയ പ്രാണികളൊക്കെ നമ്മളെ കടിച്ച് നമ്മൾ തുളസി ഇല പിച്ചി ഇങ്ങനെ തേക്കാറൊക്കെ ഉണ്ട്, അല്ലേ? എന്താ കാര്യം? ഒരു ഔഷധ മൂല്യമുള്ള ഒരു ചെടിയാണ്. അതുപോലെ ഔഷധങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്ന ചെടികളെയാണ് മെഡിസിനൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു 3 എഴുതിയിട്ടുള്ളൂ. തുളസി എഴുതിയിട്ടുണ്ട്, നീം, വേപ്പ്, ദെൻ പനിക്കൂർക്കയെന്നും ഞവരയെന്നും ഒക്കെ പറയാറുണ്ട്, പനിക്കൂർക്ക. പിന്നെ നമ്മളോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് 3 sentences അബൌട്ട് എനി വൺ ഓഫ് ദി പ്ലാന്റ്. അത് നിങ്ങൾ തനിയൊന്ന് എഴുതി നോക്കണം കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരു ചെടിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്നത് അല്ലെങ്കിൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു 3 സെന്റൻസ് നിങ്ങളൊന്ന് എഴുതി നോക്കൂ കേട്ടോ. എഴുതിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. താങ്ക് യു.